ഗൈസ് ഇത്രയും കാലം കാത്തിരുന്ന ഏറ്റവും പുതിയ പൾസർ NS 400 അങ്ങനെ ഫൈനലി ലോഞ്ച് ആയിരിക്കുകയാണ്. 1.85 lakhs എക്സ്-ഷോറൂം ഡൽഹി പ്രൈസിലാണ് വണ്ടി വന്നിരിക്കുന്നത്. സോ ഈ ഒരു പ്രൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ ഒരു 400cc ബൈക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ ഒരു പ്രൈസിൽ എന്തൊക്കെയാണ് ബജാജ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിപ്പിക്കൽ NS ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 17-inch അലോയ് വീൽസിൽ 110 സെക്ഷൻ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 320 mm ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത് വിത്ത് ഗ്രെമിക്കയുടെ കാലിപ്പേഴ്സ്. ഒരു 43 mm ഷാമ്പൈൻ ഗോൾഡ് കളർ USD ഫോർക്ക് വാഹനത്തിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതുവരെ നമ്മൾ പൾസർ കണ്ട പോലെ ക്ലിപ്പ് ഓൺ ഹാൻഡിൽസ് അല്ല, ഇതിൽ നമുക്ക് ബാർ ടൈപ്പ് ഹാൻഡിൽ ബാർസ് ആണ് വരുന്നത്. പുതിയ ബാർ ടൈപ്പ് ഹാൻഡിൽ ബാർസ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ സ്വിച്ച് ഗിയേഴ്സും ഉണ്ട്. പുതിയൊരു ഡിസ്പ്ലേ ഇതിൽ വന്നിട്ടുണ്ട്. LCD ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും 10x10 നാവിഗേഷൻ, ലാപ്പ് ടൈമർ പോലെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ തന്നെ കാണിച്ചു തരുന്നുണ്ട്. വാഹനത്തിന് 4 റൈഡിംഗ് മോഡ് വരുന്നുണ്ട്. അതിനനുസരിച്ച് എഞ്ചിൻ്റെ പവർ അതുപോലെ തന്നെ ABSൻ്റെ ആ ഒരു മോഡ്യൂൾസ് ഒക്കെ തന്നെ മാറും എന്നാണ് ബജാജ് പറയുന്നത്. ടാങ്ക് നോക്കിയാൽ നമ്മുടെ പൾസറിലുള്ള സെയിം ടാങ്കാണ്, പക്ഷേ ഇതിൻ്റെ എക്സ്റ്റൻഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. NSൻ്റെ ബാഡ്ജിങ് അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പാനൽ ഡിസൈൻ ആണ് ഈ ഒരു വാഹനത്തിൽ ബജാജ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് എക്സ്റ്റെൻഡ് ആയി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ എലമെൻ്റ് ആണ്. ഫ്രണ്ട് ഹാൻഡിൽ നമുക്ക് വന്നിരിക്കുന്ന ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലിവേഴ്സ് എന്ന് പറയുന്നത് 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് പുതിയ ഒരു LED DRL അതുപോലെ തന്നെ LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വന്നിട്ടുണ്ട്. കുറേ കൂടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു ഏലിയൻ കൈൻഡ് ഓഫ് ഭയങ്കര സ്പോർട്ട് ചെയ്യാൻ മസ്കുലർ ഡിസൈനാണ്. നമുക്ക് പെരിമീറ്റർ ഫ്രെയിമും ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. 373cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 6 speed ഗിയർ ബോക്സ്, സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഒക്കെ തന്നെ ഇതിന് വന്നിട്ടുണ്ട്. 40 PS പവർ ആൻഡ് 35 Nm ടോർക്കാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോണോഷോക്ക് സസ്പെൻഷൻ കാണാൻ സാധിക്കും. 140 സെക്ഷൻ റിയർ ടയർ, അതുപോലെ തന്നെ 230 mm ബാക്ക് ഡിസ്ക് ബ്രേക്ക്, ഗ്രെമിക്കയുടെ കാലിപ്പർ ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഡ്യുവൽ ചാനൽ ABS ഉണ്ട്. കൂടെ തന്നെ മൾട്ടിപ്പിൾ ABS മോഡ്സും ഉണ്ട്. നമുക്കിത് ഓഫ് ആക്കാൻ സാധിക്കില്ല ബാക്ക്, പക്ഷേ ഓഫ് റോഡ് മോഡിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഓഫ് റോഡ് ഓടിക്കേണ്ട രീതിക്ക് ബാക്ക് ABS കാലിബ്രേറ്റ് ആവുന്നതായിരിക്കും. അതിനനുസരിച്ച് നമുക്ക് ബാക്ക് ABS അല്ലെങ്കിൽ ബാക്ക് ബ്രേക്കിംഗ് എന്നുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വാഹനത്തിൻ്റെ ഡ്രൈവ് ഉടനെ ഉണ്ടാവും. അപ്പോൾ ഓടിച്ചിട്ടുള്ള ബാക്കി വിവരങ്ങൾ നമ്മൾ തുടരെയുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. ഈ ഒരു പ്രൈസിന് ഈ ഒരു വാഹനം എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.